പുതിയൊരു രാജ്യത്തെത്തിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. ഏതാന്നല്ലേ, ജോർജിയയുടെ തലസ്ഥാനമായിട്ടുള്ള ടിബ്ലിസിയാണ്. അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ബാക്കുവിലെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തൊട്ടടുത്ത രാജ്യമായ ജോർജിയയാണ്. ഇവിടുന്ന് 1 മണിക്കൂർ മാത്രമേ ഫ്ലൈറ്റിൽ ഇരിക്കേണ്ടതുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ജോർജിയയുടെ തലസ്ഥാനമായിട്ടുള്ള ടിബ്ലിസിയിലെത്തും. ടിബ്ലിസിയിൽ നമ്മൾ ഏകദേശം 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറുണ്ട് ടിബ്ലിസി നഗരത്തിൽ എന്തൊക്കെ കാഴ്ചകളിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. രാത്രി 3 മണി 3:30 കണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ടിബ്ലിസിയിൽ ഓൾഡ് സ്ട്രീറ്റിൽ, ഓൾഡ് ടൗണിൽ ഇവിടെ ഒരു ഹോട്ടൽ കലക്ക. ഇതാണ് നമ്മളെ റൂം. 12 ബെഡ്. മനാഫ് AC ഓൺ ആക്കുന്നു. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. ആൻഡ് അയ്യോ, ചെറിയൊരു ടോയ്ലറ്റ്. ഇതാണ് ഇവിടുത്തെ കറൻസി കേട്ടോ. 5 ജോർജിയൻ ലാറി എന്നാണ് കറൻസിക്ക് പറയുന്നത്. ആൻഡ് ഇത് 20. അപ്പോൾ 100 റുപ്യക്ക് 3.5 ലാറി കിട്ടും. 3.5 ജോർജിയൻ ലാറി. മോർണിംഗ് ഫ്രം ജോർജിയ, ടിബ്ലിസി. ജോർജിയയുടെ തലസ്ഥാനമായ ടിബ്ലിസി, ജോർജിയയുടെ ഏറ്റവും വലിയ നഗരമായിട്ടുള്ള ടിബ്ലിസിയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെ ഹോട്ടലിൽ നിന്ന് നമ്മുടെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ഈ ജോർജിയൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തെ കാഴ്ചകളിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ പരിപാടി സിം കാർഡ് എടുക്കുക എന്നുള്ളതാണ്. സിം കാർഡ് കയ്യിലില്ല. അപ്പം അതിൻ്റെ ഒരു കട തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ടിബ്ലിസിയിലെ നമ്മൾ ആദ്യത്തെ കാഴ്ച. ഇയാളുടെ കൂടെ ഈ സിറ്റിയുടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് അങ്ങനെ പോകണം. പുള്ളി ഓരോന്ന് കാണിച്ചു തരും, പറഞ്ഞു തരുമെന്നാണ് വിശ്വസിക്കുന്നത്. സിം കാർഡിന് എത്രയും 40. ഇവിടുത്തെ 40. അൺലിമിറ്റഡ് 5 ഡേയ്സ്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ആക്ടിവേറ്റ് ആയി സംഭവം കൈ കിട്ടി. ടിബ്ലിസി നഗരം, ജോർജിയയിലെ ഏറ്റവും വലിയ നഗരം. ജോർജിയൻ ഹോൾ കൺട്രിയിലെ പോപ്പുലേഷൻ്റെ 1/3 ടിബ്ലിസിയിലാണ്. ടിബ്ലിസിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ ടൂറിസം, ഇവിടുത്തെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും എല്ലാം തന്നെ. ഏതൊരു ക്യാപിറ്റൽ സിറ്റിയും പോലെ തന്നെ. ഒരാൾക്ക് 50 ജോർജിയൻ ലാറിയാണ്. പുള്ളി എല്ലായിടത്തും കൊണ്ടുവന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നല്ല സുഖമായിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. 40 മിനിറ്റ്സ്. അതെ അല്ലേ, എല്ലാം നിർത്തുന്ന അതെ, നിർത്തുന്നു പറഞ്ഞോ. ദൂരത്ത് ഞാൻ ഇങ്ങനെ കൈ ചൂണ്ടി കാണിച്ചു തരും എന്നാണോ പറഞ്ഞതൊരു ഡൗട്ടുണ്ട് എനിക്കതാണ്. ടിബ്ലിസിയുടെ പഴയ നഗരഭാഗം ഒരു സൈഡിൽ കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ റോഡ് കണ്ടില്ലേ, കോബിൾ സ്റ്റോൺ അതിനൊക്കെ ഉണ്ട്. കുലുങ്ങി ഒരു വഴിയാവുന്നുണ്ട്. നമ്മൾ ടിബ്ലിസിയുടെ പുതിയ നഗരഭാഗത്ത് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഫ്രീഡം സ്ക്വയർ ആണ് ഈ കാണുന്നത്. ചെറിയൊരു മോണുമെന്റ് കാണാം. ടിബ്ലിസിയിലെ ഒരു പ്രധാനപ്പെട്ട സ്ക്വയറാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഫ്രീഡം സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു മോണുമെൻറ്റ് അവിടെ ആ സ്ക്വയറിൻ്റെ ആ ഒരു സെൻറ്ററിൽ തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിൽ ഒരു ഡ്രാഗനെ സ്ലാഷ് ചെയ്യുന്ന ഒരു സ്റ്റാച്ചു ആണ് ഗോൾഡൻ കളറിൽ. അപ്പം നമുക്ക് ഈ ഒരു ഫ്രീഡം സ്ക്വയർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സ്ക്വയർ കണക്ട് ചെയ്യുന്ന പഴയ നഗരത്തിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് അവിടെ നിന്ന് ഒരു കുറച്ച് മുന്നോട്ട് പോയാൽ തന്നെയാണ് വലിയൊരു ഷോപ്പിംഗ് മാൾ ടിബ്ലിസി. അപ്പോൾ അതെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇത് മുന്നേ അറിയപ്പെട്ടുകൊണ്ടിരുന്ന തിയേറ്റർ സ്ക്വയർ എന്നായിരുന്നു. 1800-കളിൽ റഷ്യയുടെ ഭാഗമായിരുന്നു ജോർജിയ. എന്നാൽ 1917-ൽ റഷ്യൻ വിപ്ലവത്തിനു ശേഷം ജർമ്മനിയുടെ കീഴിൽ റിപ്പബ്ലിക്കായി. ആ സമയം ടിബ്ലിസി നഗരത്തെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ ഏറെ വൈകാതെ ജോർജിയ 1922-ൽ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായി മാറി. പിന്നീട് 1991-ൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ജോർജിയ സ്വതന്ത്രമാവുകയായിരുന്നു. ഒഫീഷ്യൽ ഭാഷ എന്ന് പറയുന്നത് ജോർജിയനാണ്. മറ്റു ഭാഷകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇവരുടെ ഭാഷ. അതുകൂടാതെ പ്രധാനപ്പെട്ട മതം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. 85% ജോർജിയൻ നിവാസികളും ക്രിസ്തുമത വിശ്വാസികളാണ്. മറ്റൊരു കാര്യം, ജോർജിയ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാകാൻ താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. ജിയോഗ്രഫിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോർജിയ യൂറോപ്പിലും ഏഷ്യയിലും സ്ഥിതി ചെയ്യുന്ന രാജ്യമാണെങ്കിലും ജോർജിയയ്ക്ക് കൂടുതൽ താല്പര്യം യൂറോപ്പിനോട് ചേരാനാണ്. ജോർജിയയെ യൂറോപ്യൻ യൂണിയന്റെ മെമ്പർഷിപ്പ് കാൻഡിഡേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചെങ്കിലും ഈ വളരെ അടുത്ത കാലത്ത് മാത്രമാണ് ജോർജിയ ഫോർമലി ഒരു മെമ്പർഷിപ്പിനായിട്ട് അപ്ലൈ ചെയ്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ വഴിയിൽ കാണുന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ യൂറോപ്യൻ ശൈലിയിലും റഷ്യൻ ശൈലിയിലും നിർമ്മിച്ചിട്ടുള്ളതാണ്.
കൂടാതെ അതിൻ്റെ അകത്ത് ചെറിയ രീതിയിലുള്ള ജോർജിയൻ എലമെന്റ്സ് കൂടി കൊണ്ടുവന്ന് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്, വളരെ വ്യത്യസ്തമാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു തെരുവിൽ നിന്ന് മറ്റൊരു തെരുവിലേക്ക് പോകുമ്പോൾ മറ്റൊരു നഗരത്തിലെത്തിയ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളും നിർമ്മാണങ്ങളും മറ്റുമൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മർജാൻ സ്ക്വയർ. മർജാൻ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഒരു പ്രധാനപ്പെട്ട ഒരു സ്ക്വയർ ആണ് ടിബ്ലിസിയിലെ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗ്രാഫിറ്റി ഇപ്പൊ ഈ ഡ്രൈവർ പറയുന്നില്ല, ആ നാടനെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളവിടെയൊക്കെ നല്ല ബിൽഡിംഗ് ഒക്കെ കെട്ടിപ്പൊക്കിയിട്ട് അതിന്റെ മുകളിൽ കുറെ പെയിന്റിംഗ് ഒക്കെ അടിച്ചിട്ട് അത് ആർട്ടാണെന്ന് പറഞ്ഞാല് എനിക്ക് ഒരു ഉദാഹരണം നോക്ക്. നല്ലൊരു ബിൽഡിങ് അതിൽ വൃത്തിയോടൊക്കെയാണ് എഴുതി വെക്കുന്നതൊക്കെ. അത് ഒരു ആർട്ട് ഫോം കൂടെ അല്ല, ചുമ്മാ എന്തെങ്കിലും വരച്ചിട്ടാണ്. നമ്മളെ മറ്റേ ട്രെയിനില് ടോയ്ലറ്റുകളിൽ എഴുതി വെക്കുന്ന പോലെ അതിന്റെ ഒരു മോഡേൺ പുതിയ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. വൈ ടു മച്ച് ഗ്രാഫിറ്റി? വൈ? ഹൂ ഡൂയിങ് ദാറ്റ്? പീപ്പിൾ, ഡ്രിങ്കിങ് പീപ്പിൾ, ഡ്രഗ് പീപ്പിൾ, കിഡ്സ്. ഓക്കെ. റഷ്യൻ ഓൾഡ് സ്റ്റൈൽ മൊസൈക്ക്, സോവിയറ്റ് യൂണിയൻ മൊസൈക്ക് സെന്റർ ആണിത്. മൊസൈക്ക് സെന്റർ ആണിത്. അതിന്റെ മേലെ ഉണ്ടാക്കിയ മൊസൈക്കോട് ഉണ്ടാക്കി വെച്ച്. അത് നല്ല രസമുണ്ടല്ലേ. ഈ റോഡൊക്കെ രണ്ട് സൈഡിലും മരമൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രസമുണ്ട്. ഈ ആന്റിക് ഐറ്റംസിനോട് താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയ കിടിലൻ മാർക്കറ്റാണ്, ഓൾഡ് മാർക്കറ്റാണ്. ഓൾഡ് ബ്രിഡ്ജ് മാർക്കറ്റ് എന്ന് പറയും. ഒരു ബ്രിഡ്ജിന് ചരുവിലായിട്ട് ഒരുപാട് വർഷമായിട്ട് ഇവരിങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു മാർക്കറ്റാട്ടോ. ഇവിടെ പഴയ ഐറ്റംസൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന കാണാം. പഴയ കാലഘട്ടത്തിലെ ഫോൺ ആൻറ്റിക് കളക്ഷൻ ഉണ്ടോ? കോയിൻസ് ഉണ്ട്, പിന്നെ ഒരുപാട് ഐറ്റംസ്. ക്യാമറ, അയ്യോ പഴയ കാലഘട്ടത്തിലെ ക്യാമറ ഒക്കെ കേട്ടോ. ഇവിടെ കാർപ്പറ്റും കാര്യങ്ങളൊക്കെ. ഈ കാർപ്പറ്റൊക്കെ ചിലതൊക്കെ നല്ല രസമുണ്ട്, അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. ഹാൻഡ് വർക്ക് ആയിരിക്കും, ഹാൻഡ് മെയ്ഡ് ആണെല്ലാം. ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഒരു എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ബർത്ത് റേറ്റും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും വയസ്സന്മാരുടെ ഒരു രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ വായിച്ചിരുന്നു. അത് നമുക്ക് ഇവിടെ പ്രതിഫലനം കിട്ടും. ഇവിടെ എല്ലാ വിൽപ്പനക്കാരും ഒരു 60-70 വയസ്സിന് മുകളിലുള്ളവരാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നു. ഇത് ഈ ബ്രിഡ്ജിനോട്, ഈ ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിലുള്ള മാർക്കറ്റാണ്. അതുകൊണ്ട് ഇത് ബ്രിഡ്ജ് മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഓൾഡ് മാർക്കറ്റ്. ഇവിടെ എന്തുകൊണ്ട് ഏതൊരാളുടെ ഓർമ്മയ്ക്ക് ഈ ജോർജിയ എന്ന് പറയുന്ന രാജ്യം ഒരുപാട് രാജ്യങ്ങളുടെ അണ്ടറിൽ, ഒരുപാട് എംപയേഴ്സിൻ്റെ അണ്ടറിൽ വന്നിരുന്നു. മംഗോൾസ് ഉണ്ടായിരുന്നു ഇവിടെ. പേർഷ്യൻ വാസ് ഹിയർ ലോങ് ടൈം ബിഫോർ, ആൻഡ് USSR. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു കൾച്ചർ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ബിൽഡിങ് കാര്യങ്ങൾ, ശൈലിയൊക്കെ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ ഒരു മിക്സാണ്. ഓൾഡ് ന്യൂ ഓൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റൈലാണ് നമുക്ക് കാണാൻ പറ്റുക. പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഡ്രൈവിൽ ഇതെല്ലാം വിസിബിൾ ആവും. ഓരോ സെക്കൻഡിലും മിന്നി പറയാനത് പുതിയ കാലഘട്ടത്തിലെ ബിൽഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്, ഏറ്റവും പുതിയത്. അപ്പം കുറച്ച് മുന്നേ നമ്മൾ കുറേ പഴയ കാഴ്ചകളൊക്കെ കണ്ടു. ഇത് പുതിയ കാഴ്ച, വീണ്ടും പഴയത്, വീണ്ടും പുതിയത്. കോൺട്രാസ്റ്റ്. ജോർജിയയുടെ പ്രസിഡന്റിന്റെ വീടാട്ടോ. നല്ല വെള്ളം. ഓക്കെ. ഇത് ഹൗസ്. നോ പോലീസ്, നത്തിങ്. സിമ്പിൾ വൺ പോലീസ്. യൂറോപ്യൻ യൂണിയന്റെ വിട്ടിട്ട് കളില്ല. ഒരൊറ്റ സെക്യൂരിറ്റിനെ വെച്ചിട്ട് ജോർജിയൻ പ്രസിഡന്റിന്റെ ഹൗസാണ് കാണുന്നത്. നല്ല രസമുള്ളൊരു വീട്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രൗഢിയോ കാര്യങ്ങളൊന്നും പുറത്തുനിന്ന് നോക്കിയാൽ പെട്ടെന്ന് തോന്നില്ല കേട്ടോ. നമ്മളെനിക്ക് സാധാരണ എന്തോ ഗവൺമെന്റ് ഓഫീസെന്ന് കരുതുള്ളൂ. ഒരൊറ്റ സെക്യൂരിറ്റി. ജോർജിയൻ പാർലമെന്റ് ആണ് കാണുന്നത് കേട്ടോ. ജോർജിയയുടെ ഫ്ലാഗും യൂറോപ്യൻ യൂണിയന്റെ ഫ്ലാഗും ഇവിടെ കാണാൻ പറ്റും.
How do you say thank you in Georgian? What? How do you say thank you in Georgian? Thank you. Matloba. 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 In Russian, spasiba. Matloba. 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 ഞാൻ ഈ റിവറിനെ ഖുറാൻ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അധികം ഇഷ്ടപ്പെടില്ല. പുള്ളി പറഞ്ഞത് റഷ്യൻ നെയിമാണ്. ഇവിടുത്തെ പേരെന്ന് പറയുന്നത് മത്കവാരെ, റൈറ്റ്? Yes. മത്കവാരെ. This is Europa Square. Which one? Europa Square. എവറോക്ക സ്ക്വയർ. Europa Square. ഈ യൂറോപ്യൻ യൂണിയന്റെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ യൂറോപ്പിനെ പ്രീതിപ്പെടുത്താനുള്ള സകല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവർ യൂറോപ്യൻ യൂണിയൻ ഇവരെ അവരുടെ കാൻഡിഡേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ രാജ്യം, അതുപോലെ അൽബേനിയ, ബോസ്നിയ, അതൊക്കെ ഷെങ്കൻ സോണിലും പെട്ടതല്ല. ബട്ട് ഈ പറഞ്ഞ പോലെ അവരെ ഈ ഇതിൽ പെടുത്തിയത് കാരണമുള്ള സ്നേഹവും പിന്നെ ഈ റഷ്യയോടുള്ള ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതിങ്ങനെ. ഈ ഒരു വാഹനത്തിൽ ടിബ്ലിസി നഗരത്തെ നന്നായി കറങ്ങിയ ശേഷം പിന്നീട് ഞാൻ പോയത് ടിബ്ലിസി നഗരത്തിലെ മെയ്ഡൻ ബസാറിലേക്കാണ്. അതെ, ടിബ്ലിസി നഗരത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ബസാറാണ് മെയ്ഡൻ ബസാർ എന്ന് പറയുന്നത്. ഒരുപാട് വർഷത്തെ ചരിത്രം, ഒരുപാട് കഥകൾ. ഇന്നിപ്പം കുറേയൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണെങ്കിൽ കൂടി അത് കാണേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ടിബ്ലിസിയുടെ അല്ലെങ്കിൽ ജോർജിയയുടെ ഒരു ഡിസ്റ്റൻറ്റ് പാസ്റ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ, എസ്പെഷ്യലി ഈ ടിബ്ലിസിയുടെ പഴയ നഗരഭാഗം, ഈ ഒരു ബസാറുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഏരിയ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് തന്നെ മെയിൻ ബസാർ എന്നായിരുന്നു. ജോർജിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടിബ്ലിസി എന്ന് പറയുന്ന പഴയകാല ഈ സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായിരുന്ന ഒരു രാജ്യമാണ്. അന്നത്തെ കാലത്ത് അവരുടെ ഒരു മെയിൻ ബസാർ, ഒരു മീറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ബസാറും ഇതിനോടുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അന്ന് ഒരുപാട് ഇന്ത്യൻസ്, ജൂയിഷ് ആയിട്ടുള്ള ആളുകൾ, ഈ പറഞ്ഞ തുർക്സ്, മംഗോൾസ്, അവരൊക്കെ ട്രേഡ് റൂട്ടിൻ്റെ ഭാഗമായിട്ട് ഇതിലെ പോകുന്ന സമയത്ത് അവരുടെ ഒരു വിശ്രമ കേന്ദ്രം അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബസാറും ഈ ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അങ്ങനെയും ഒരു പ്രസക്തി ഇതിനുണ്ട്. അപ്പോൾ ഇന്ന് കാലങ്ങൾക്ക് ഇപ്പുറം ഈ ഒരു മാർക്കറ്റും കാര്യങ്ങളും, പുതിയ കാലത്തിലുള്ള സുവനീർ ഐറ്റംസ്, വൈൻ ആൻഡ് ഈവൻ വൈൻ ഐസ്ക്രീം വരെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഈ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പ്രൈം ലൊക്കേഷൻ, പഴയ സിറ്റിയിൽ ചേർന്നുള്ള ഒരു പ്രൈം ലൊക്കേഷനിൽ താഴേക്കാണ്. കുറച്ച് പടവുകൾ ഇറങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് മനോഹരമായിട്ട് കാണാം. ഈ വൈൻ ഉൽപ്പാദനത്തിൽ ഏറ്റവും പേര് കേട്ട രാജ്യമാണ് ജോർജിയ എന്ന് പറയുന്നത്. 8000 വർഷം മുമ്പ് തന്നെ വൈൻ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് പ്രത്യേക രീതിയിൽ പ്രത്യേക ഗ്രേപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന വൈനാണ്. അത് ഇന്നും ആ വൈൻ്റെ ഇവരുടെ ഒരു ട്രഡീഷൻ ഇന്നും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് ഫാമിലീസ് ഇന്നും വൈൻ ഉൽപ്പാദനത്തിനോ മറ്റുമൊക്കെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ വലിയ ഭരണിയിൽ പിക്കിൾഡ് ഐറ്റംസ് വെച്ചേക്കാം. മുളക്, പേസ്, പിന്നെ എന്തൊക്കെ ചെറിയ ഫ്രൂട്ട്, ആപ്പിൾ, പോമഗ്രാനൈറ്റ് ഫുള്ളായിട്ട് പിക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇവരുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡ്രിങ്കാണ് ഈ കാണുന്ന ചാച്ച എന്ന് പറയുന്നത്. ചാച്ച ഇവിടുത്തെ ബ്രാൻഡി എന്ന് പറയും. ചാച്ച കണ്ടില്ലേ, ചാച്ച മുന്തിരി കൊണ്ടുണ്ടാക്കുന്ന സാധനമാണ്. അത്യാവശ്യം സ്ട്രോങ് ആണെന്ന് കേട്ടെ. ഇത് സിട്രസ് കൊണ്ടുണ്ടാക്കുന്ന, ഇത് പ്ലം. ടിബ്ലിസി പഴയ നഗരത്തിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എന്തായാലും ഡിഫറെൻ്റ് ആട്ടോ. ടിബ്ലിസി പഴയ നഗരം ബാക്കിയുള്ള യൂറോപ്പിൽ പഴയ നഗരത്തിൻ്റെ ഫീലല്ല, കുറച്ചൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഈ കോബിൾ സ്റ്റോൺ പാത്തും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ കടകളുടെ രീതിയും പാറ്റേണും ആ ഒരു ഈ ട്രീസും ഈ കാണുന്ന മരങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ്, മണി എക്സ്ചേഞ്ച് എവിടെ നോക്കിയാലും കാണാം, റെൻ്റ് കാർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഇവിടെ. സുനി ഷോപ്പ്, ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ചെറിയ രീതിയിൽ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുനാഫ വിശക്കുന്നുണ്ടോ? നേരത്തെ ഡ്രൈവർ ഫ്രെഡി സജസ്റ്റ് ചെയ്ത റെസ്റ്റോറൻറ്റിലേക്ക് പോവാം അല്ലേ? ഇതാണോ? ഇതല്ല, അതിൻ്റെ അടുത്ത്. അവിടെ പോയിട്ട് നോക്കാം. നമുക്ക് ഇവിടുത്തെ എന്തെങ്കിലും ഭക്ഷണം ട്രൈ ചെയ്യാം. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ ഓൾഡ് സിറ്റിക്ക് അടുത്തുള്ള ഇവിടുത്തെ മെയിൻ സ്ക്വയറിന് അടുത്തുള്ളൊരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. ഓർഡർ ചെയ്തേക്കുന്നത് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് തന്നെയാണ്. ഇപ്പം വരും, അതിൻ്റെ റിവ്യൂ നമ്മൾ ഇപ്പം പറഞ്ഞുതരാം. എന്താണ് ജോർജിയൻ ഭക്ഷണം. നമ്മുടെ ഫസ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് കിങ്കാലി. ഈ ജോർജിയൻ ട്രഡീഷണൽ ഐറ്റമാണ്. ഇതിൻ്റെ അകത്ത് നല്ല മീറ്റ് ആൻഡ് മിൻസ് മീറ്റും സൂപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതിങ്ങനെ കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഹോൾഡ് ചെയ്യാം. എന്നിട്ട് ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കും ഇവിടെ. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ജ്യൂസ് നമ്മളിങ്ങനെ നല്ല ചൂടും കിട്ടും കുടിക്കുക.
ടേസ്റ്റ് ഉണ്ട് കേട്ടോ, മീറ്റിന്റെ ആ ഒരു കുത്തുന്ന ടേസ്റ്റ് ഇല്ല. മനാഫ്ക്ക് ട്രഡീഷണൽ രീതി ബാധകമല്ല, നൈഫും ഫോർക്കും വേണമെന്നാണ് പറയുന്നത്. ഇതിങ്ങനെ പിടിക്കണം മനാഫെ, അത് ഇതെങ്ങനെ ഇങ്ങനെ കഴിക്കണം. ഇനി അങ്ങനെയൊക്കെ കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മീറ്റ്, അങ്ങനെ മണമോ ഇതൊന്നുമില്ല, നല്ല ബീഫ്. ആ മാവും കൊള്ളാം അല്ലേ? അതെ, മാവ് നന്നായിട്ടുണ്ട്, എനിക്കും ഇഷ്ടമായി. അപ്പോൾ നമ്മൾ അടുത്ത ഐറ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതും ഹെവിയാണ്, അതും ചീസും മുട്ടയൊക്കെ ഉള്ള സംഭവമാണ്. അത് വരട്ടെ. ഇനി മറ്റൊരു ജോർജിയൻ ട്രഡീഷണൽ ഐറ്റമാണ് ഈ കാണുന്ന കച്ചാപ്പൂരി എന്ന് പറയുന്നത്. കച്ചാപ്പൂരി എന്ന് പറഞ്ഞാൽ ഈ ഡോല്ല നമ്മളെ മാവിൽ ഒരു ബോട്ട് രൂപത്തിലാക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നല്ല ചീസും ഇതിനൊരു മുട്ട കണ്ട് പൊട്ടിച്ചൊഴിക്കും. മുട്ട കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ആവണമെന്നില്ല, അത് ആ ചൂടിൽ, ആ ചീസ് ഇങ്ങനെ തിളയ്ക്കുന്ന ചൂടില്ലേ, ആ ചൂടിൽ കുക്കായി കിടക്കണം. നമുക്ക് അതിൻ്റെ അകത്ത് മുട്ട കാണാം, ആ തിക്കായിട്ടുള്ള ഔട്ടർ ലെയർ, ഒരു പിസ്സ പോലെ കാണാം. പലർക്കും ഇഷ്ടപ്പെടുമെന്നല്ല, അങ്ങനെ ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ടുള്ള സംഭവം അല്ലെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും അതും ഒന്ന് ട്രൈ ചെയ്തിട്ടോ ഇവിടെ വന്ന സ്ഥിതി. അതും കഴിക്കേണ്ടതിന് പ്രത്യേക രീതിയിൽ ആദ്യം ഈ കാണുന്ന സംഭവം എല്ലാം തന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യണം. ഈ മുട്ടയും ചീസും ഇതും എല്ലാം ആയിട്ട് ഇങ്ങനെ മിക്സ് ആവണം. അതല്ല, ഒരു ബോട്ട് രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ആഹാ, നല്ല ചീസിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഈ സാധനത്തിന് ഇങ്ങനെ മുക്കിയിട്ട് എന്നിട്ടിങ്ങനെ കഴിക്കാം. നല്ല ക്വാളിറ്റി ചീസാണ്, ടേസ്റ്റും ഇല്ല, നല്ല മാവും. അപ്പോൾ ഇനി ടിബ്ലിസി നഗരത്തിലെ ബാക്കി കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ.